നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കേസിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടുകുളം സ്വദേശി ദീക്ഷിത്തിന്റെ ഭാര്യ വൈഷ്ണവിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ദീക്ഷിത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. വൈഷ്ണവിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആശുപത്രിയിൽ എത്തിയതും വൈഷ്ണവി മരിച്ചിരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മകളാണ് വൈഷ്ണവി. 1.5 വർഷം മുൻപായിരുന്നു വൈഷ്ണവിയും ദീക്ഷിത്തും തമ്മിലുള്ള വിവാഹം. വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. അനുമോദ്, 1.5 വർഷം മുൻപാണ് ഈ വൈഷ്ണവിയും ദീക്ഷിത്തും തമ്മിലുള്ള വിവാഹം നടന്നത്. പക്ഷെ അതിനുശേഷം ഇയാൾക്ക്, ഈ ഭർത്താവിന്, ദീക്ഷിത്തിന് സ്വന്തം ഭാര്യയെ പലപ്പോഴും സംശയമായിരുന്നു പറയുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാത്രി ഭാര്യയും കുട്ടി, ഭാര്യയ്ക്ക് ചില ശാരീരികമായ അസ്വസ്ഥതകളുണ്ടെന്ന് പറഞ്ഞ് ദീക്ഷിത്ത് ആശുപത്രിയിലേക്ക് പോകുന്നു. വൈഷ്ണവിയുടെ ബന്ധുക്കളെ, മാതാപിതാക്കളെ ഉൾപ്പെടെ കാര്യം വിളിച്ചറിയിച്ചിരുന്നു ചില ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെന്ന്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും വൈഷ്ണവി അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് മരണം സംഭവിക്കുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ ഇതൊരു അസ്വാഭാവിക മരണം എന്ന രീതിയിലൊന്നും, ആ രീതിയിൽ മാത്രമാണ് കരുതിയത്. ഒരു കൊലപാതകമാണെന്ന ഒരു സംശയമില്ലായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമാണെന്ന് വ്യക്തമായത്. എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ അനുമോദ്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഈ ദീക്ഷിത്തിന് ഈ വൈഷ്ണവിയെ സംശയമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ്. വൈഷ്ണവി മറ്റാരുടെയൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൗഹൃദങ്ങളുണ്ടോ, അങ്ങനത്തുള്ള സംശയങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നുണ്ട്. ഇതേ ചൊല്ലി ഇവർ തമ്മിൽ തർക്കമൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ദിവസം വൈഷ്ണവി വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യം അവർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ സംശയമാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതും അത് വാക്കുതർക്കത്തിലേക്കും ഒരുപക്ഷെ അത് അതിരുകവിഞ്ഞ് ഈ ഒരു കൊലപാതകം വരെ എത്തിയത് ഈ ഒരു സംശയമാണ് അതിൻ്റെ കാരണമായിട്ട് പോലീസ് പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ശ്വാസം മുട്ട് അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടുവന്നു എന്ന് മാത്രമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ മരിച്ചത് ശ്വാസം മുട്ടിയാണെന്നും ഇത് കൊലപാതകമാണെന്നും മനസ്സിലായത്. തുടർന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു കൊലപാതകത്തിൽ നയിച്ചതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാരണം ദീക്ഷിത്തിനുണ്ടായിരുന്ന സംശയരോഗം തന്നെയാണ് എന്ന് തന്നെ വേണം കരുതുവാൻ. നമുക്കറിയാം, ഈ ഒരു സംശയരോഗം പല കുടുംബങ്ങളെയും തകർക്കുന്നതും അതുപോലെ തന്നെ പല ബന്ധങ്ങളും ഇല്ലാതാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അതിനപ്പുറത്തേക്ക് കിടന്ന് ഒരു ജീവൻ വരെ നഷ്ടമാവുന്ന സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. 1.5 വർഷം മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നത്. ആ ഒരു ചെറിയ കാലയളവിൽ തന്നെ ഇത്രയും ഒരു, അതാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്, വെറും 1.5 വർഷം മാത്രമുള്ള ദാമ്പത്യ ജീവിതം. അതിനിടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഈ വൈഷ്ണവിയെ ഭർത്താവ് മാനസികമായി ശാരീരികമായി ഉപദ്രവിച്ചിരുന്നോ? ഈ കുടുംബത്തിന്, ഈ വൈഷ്ണവിയുടെ ബന്ധുക്കൾ എന്താണ് പറയുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചൂഷണം ഈ ഭർത്താവിൽ നിന്നും യുവതി കേൾക്കേണ്ടി വന്നിരുന്നോ? ഇതേക്കുറിച്ച് ബന്ധുക്കൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇക്കാര്യങ്ങളൊന്നും പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അവരൊക്കെ ഇതിൻ്റെ ഒരു ഞെട്ടലിലാണ്. കാരണം ഈ ഇത്തരത്തിലൊരു ദൗർഭാഗ്യം, ദുർവിധി അവരാരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഏത് ദാമ്പത്യത്തിൻ്റെ ഇടയിലും ആദ്യം വർഷങ്ങളിലൊക്കെ ചിലപ്പോൾ ചില സൗന്ദര്യപണങ്ങളും പിണക്കങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊന്നും ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് ഒരിക്കൽ പോലും ആരും കരുതിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാളിൽ നിന്ന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടായിട്ടുണ്ടെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ അതേക്കുറിച്ച് കൂടുതലൊന്നും തുറന്നു പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഈ ഒരു കുടുംബം എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവരൊക്കെ തന്നെ ഈ ഒരു മരണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മോചിതരായിട്ടില്ല. പക്ഷേ ഇതൊരു കൊലക്കേസിൽ, ഒരു കൊലപാതകത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും കുടുംബത്തിന് പറയാനുണ്ടാകും എന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം ഈ നേരത്തെയും ഈ ഒരു കുട്ടി ചില പ്രശ്നങ്ങളെ തുടർന്ന് മാറി നിൽക്കുന്ന ഒരു
സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ബന്ധുക്കളൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരിക്കും, കുടുംബാംഗങ്ങൾ ഇടപെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമായിരുന്നില്ല. അത് ഈ ഒരു സംശയരോഗം അല്ലെങ്കിൽ സംശയം ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ നീങ്ങി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കേട്ടോ? തീർച്ചയായും. കാരണം ദീക്ഷിത്തിൻ്റെ വീട്ടിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കാറിൽ വെച്ച് ആണോ ഈ ശ്വാസം മുട്ടിച്ച് യുവതിയെ കൊലപ്പെടുത്തിയത്, അതോ വീട്ടിൽ വെച്ച് ഉണ്ടായ പ്രശ്നങ്ങൾ, വീട്ടിൽ വെച്ച് ഈ യുവതിയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുന്നു, അതിനിടെ ഉണ്ടായ അല്ലെങ്കിൽ വാക്കുതർക്കത്തിനിടുണ്ടായ ഒരു പ്രകോപനം കൊലപാതകമായി, അതായത് വീട്ടിൽ വെച്ച് തന്നെ കൊലപാതകം നടത്തി എന്നാണോ കരുതുന്നത്? അങ്ങനെയാണ് പ്രാഥമികമായിട്ട് അറിയുന്ന സൂചനകളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു ആധികാരികമായിട്ടുള്ളൊരു കാര്യങ്ങളിൽ പോലീസ് പറയുന്നില്ല. കാരണം അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന തരത്തിലേക്കാണ്. വാക്കുതർക്കം ഉണ്ടായിരുന്നു. വാക്കുതർക്കം സ്വാഭാവികമായിട്ടും അത് ഇത്തരത്തിലൊരു കയ്യാങ്കളിയിലേക്കോ ഇങ്ങനെ ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഈ കാര്യം മറ്റുള്ളവർ, ഈ വീട്ടുകാരൊക്കെ തന്നെ അറിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഈ കുട്ടിയുടെ ജീവൻ നഷ്ടമായിരുന്നു. അതായത് ആ ഒരു സംഘർഷ സമയത്ത് തന്നെ ഈ കുട്ടിയുടെ ജീവൻ അപായത്തിലായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചത് ഒരു പക്ഷേ മരിച്ചിട്ടാണോ അതോ ഇനി മറ്റൊരു പ്രശ്നം ഉണ്ടാകാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ എന്ന കാര്യങ്ങളൊക്കെ ഇനിയും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ജീവൻ പോയത് യാദൃശ്ചികമായിട്ടാണ് അല്ലെങ്കിൽ മനഃപൂർവ്വമല്ല എന്ന് കാണിക്കുവാൻ ഒരുപക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളാക്കിയിട്ട് ഉയരുന്നുണ്ട്. അതോ ഇതൊരു കയ്യബദ്ധമായിരുന്നു എന്ന ചോദ്യവും ഉണ്ട്. എന്നാണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇതേക്കുറിച്ചുള്ള ഈ ഒരു നടപടിക്രമങ്ങളും അന്വേഷണമൊക്കെ ആദ്യഘട്ടത്തിലായതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നുണ്ട്. നമുക്ക് ആധികാരികമല്ലാത്തൊരു കാര്യം ഒരു മരണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നതല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. നമുക്ക് വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേട്ടോ? തീർച്ചയായും. എന്തായാലും മണ്ണാർക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ദീക്ഷിത് തന്നെയാണ് ഭാര്യ വൈഷ്ണവിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. അനുമോദ്, ഈ സംഭവത്തെക്കുറിച്ച് ഈ ദീക്ഷിത്തിൻ്റെ വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നോ? അവർ ഈ സംഭവം മറച്ചു വെച്ചതാണ്. കാരണം ഈ പെൺകുട്ടി യുവതി മരിച്ച് രണ്ടാമത്തെ ദിവസമാണ് ഈ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നതും പ്രതി കൊലയാളി ഭർത്താവ് ദീക്ഷിത് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നതും. തീർച്ചയായും ആദ്യം ഈ കുട്ടിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അങ്ങനെ കൊണ്ടുവന്നു എന്ന് മാത്രമായിരുന്നു ആദ്യം ആശുപത്രിയിലേക്ക് നൽകിയ മൊഴി. മണ്ണാർക്കാട് ഡിവൈഎസ്പിയുടെ പ്രതികരണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള മണ്ണാർക്കാട് ഡിവൈഎസ്പിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക് ഇന്നലെ പുലർച്ചെ വൈഷ്ണവി പറഞ്ഞ സ്ത്രീ അബോധാവസ്ഥയിൽ കിടന്ന് ഹോസ്പിറ്റലിലെത്തി ബ്രോഡ് ഡെഡ് ആയിട്ടുള്ളൊരു കേസായിരുന്നു. അത് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഫോറൻസിക് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്മോദറിങ് ആയിട്ട് ഉള്ള സംഭവമാണെന്ന് തെളിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. യെസ്, അനുമോദിലേക്ക്. അനുമോദ്, എന്തായാലും വീട്ടുകാർക്ക് ദീക്ഷിത്തിൻ്റെ ബന്ധുക്കൾക്ക് ഇതിൽ അറിവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡിവൈഎസ്പിയുടെ വാക്കുകളിൽ നിന്നും അതല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഒരു പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ തമ്മിലുണ്ടായ ഒരു വാക്കുതർക്കം അത് ഈ തരത്തിലൊരു സംഘർഷത്തിലേക്കും അതേപോലെ തന്നെ കയ്യകളിലേക്ക് പോവുകയും ഒരു നിമിഷത്തെ പ്രകോപനത്തിൽ ഇയാൾ ഒരുപക്ഷെ ചെയ്തതാകാം എന്നൊരു സൂചന അതാണ് പോലീസിൻ്റെ വാക്കുകളിലുള്ളത്. പക്ഷേ ഇതൊരു കരുതിക്കൂട്ടിയുള്ള മർഡറാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ, അതായത് ഇവരെ കൊല്ലണം എന്ന് വിചാരിച്ച ആ ഒരു ഉദ്ദേശത്തോടെ ആണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. ഒരു പക്ഷേ എന്തു തന്നെയാണെങ്കിലും പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ
അല്ലെങ്കിൽ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്, എത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പലപ്പോഴും മുൻപുണ്ടായ പല വാർത്തകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു പെൺകുട്ടികളുടെ വീട്ടുകാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ അതോ അവർ പൂർണ്ണമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ചില വിഷയങ്ങളൊക്കെ കൈവിട്ടു പോകുന്നതെന്ന്. കാരണം വേണ്ട സമയത്ത് ഒരു പിന്തുണ ഈ കുട്ടിക്ക് ലഭിച്ചിരുന്നു, കുട്ടി ആവശ്യപ്പെട്ടിരുന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പലപ്പോഴും ഒരു ആത്മഹത്യയിലേക്കോ കൊലപാതകത്തിലേക്കോ എത്തിയ ശേഷമാണ് ഈ വിഷയം മുൻപ് നമുക്ക് ഇടപെടാമായിരുന്നു എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെയാണ് അറിയേണ്ടതായിട്ടുള്ളത്. എന്തു തന്നെയാണെങ്കിലും ഒരു സംശയം എന്നുള്ളത് ഒരു ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും അവരുടേതായ രീതിയിൽ ചിന്തിച്ച് മാറിപ്പോകാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ജീവൻ നഷ്ടമാവുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമായിട്ടുള്ളത്. ടോം. യെസ്, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. നെയ്യാറ്റിൻകര നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ഫ്രാങ്കിളിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വീട്ടമ്മയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. വീട്ടമ്മയും കോൺഗ്രസ് നേതാവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഫോൺ രേഖകളും പരിശോധിക്കും. സലിതകുമാരി എന്ന വീട്ടമ്മയാണ് ജീവനൊടുക്കിയത്. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന്. അരുൺ, ഈ വീട്ടമ്മയുടെ, ഈ സലിതകുമാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്കിളിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് അവർക്ക് മറ്റു സാമ്പത്തികമായ സഹായം നൽകാം, ലോൺ വാഗ്ദാനം ചെയ്തിരുന്നു. മാത്രമല്ല തന്നെ വഞ്ചിച്ചു, ഈ കോൺഗ്രസ് നേതാവ് ജോസ് തന്നെ വഞ്ചിച്ചു എന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ പറയുന്ന നെയ്യാറ്റിൻകര മുട്ടക്കാട് സ്വദേശിയായ സുനിതകുമാരി എന്ന വീട്ടമ്മ, 2 മക്കളുള്ള ഈ വീട്ടമ്മ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്നത്. പ്രാഥമികമായി നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗ്യാസിൽ നിന്ന് തീ പടർന്ന ഒരു അപകടമായിരുന്നു ഇതെന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ വ്യാഴാഴ്ച ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴായിരുന്നു മണ്ണെണ്ണ ഒഴിച്ചുള്ള ആത്മഹത്യയാണ് നടന്നതെന്ന്. പോലീസ് നടത്തിയ തിരച്ചിലായിരുന്നു 2 ആത്മഹത്യാക്കുറിപ്പ് ലഭിക്കുന്നത്. 2 ആത്മഹത്യാക്കുറിപ്പ് മക്കൾക്ക് വേണ്ടി, അവരുടെ 2 മക്കൾക്ക് വേണ്ടി എഴുതിയതായിരുന്നു. അതിൽ വ്യക്തമായി ഈ പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം സൂചിപ്പിച്ചിരുന്നു. ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അദ്ദേഹത്തെക്കുറിച്ച് ആരോപണം ഉയർന്നു. ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ തന്നെ വഞ്ചിച്ചു എന്നുള്ള ഒരു പരാമർശം തന്നെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും കേസിൽ ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അതിൽ കൂടെ കേസ് വീണ്ടും അതിനെ പുനർക്രമീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഈ പറയുന്ന ജോസ് ഫ്രാങ്ക്ലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. വഞ്ചന കുറ്റം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് വന്ന സമയം മുതൽ തന്നെ ഇദ്ദേഹം ഒളിവിൽ പോയിട്ടുണ്ട് എന്നുള്ള ഒളിവിൽ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹം ഒളിവിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴും പോലീസ് തിരച്ചിൽ തുടരുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. തീർച്ചയായും തന്നെ വഞ്ചിച്ചു എന്ന് ഈ സലിതകുമാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടല്ലോ. അത് ഏത് രീതിയിലുള്ള വഞ്ചന? അതായത് 2 വർഷം മുൻപാണ് ഈ വീട്ടമ്മ വീടിന് തൊട്ട് സമീപത്ത് തന്നെ ഒരു ബേക്കറി ആരംഭിക്കുന്നത്. അതിനുശേഷം ഈ ജോസ്, നഗരസഭാ കൗൺസിലറായിട്ടുള്ള ജോസ് ഇവർക്ക് ലോൺ വാഗ്ദാനം ചെയ്യുന്നു. ലോൺ എടുത്ത് ക്രമീകരിച്ച് തരാം, മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നൽകാം എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ഇവരെ ബന്ധപ്പെടുന്നുണ്ട്. എങ്ങനെ രീതിയിലുള്ള, അതായത് ഇവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു, അതിനപ്പുറം മറ്റേതെങ്കിലും രീതിയിലുള്ള ചൂഷണങ്ങൾ നേരിട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാമ്പത്തികമായ വാഗ്ദാനം, ഈ പറയുന്ന ലോൺ ഉൾപ്പെടെ എടുത്തു നൽകാമെന്നുള്ള വാഗ്ദാനവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനപ്പുറമുള്ള ചില ചൂഷണങ്ങളും നടന്നിരുന്നതായെന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിലൊക്കെ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ നിലപാടിലും ഇദ്ദേഹത്തിന്റെ രീതികളിലൊക്കെ ഇവർ മാനസികമായ വളരെ ബുദ്ധിമുട്ട് നേരിടുകയായിരുന്നു എന്നുള്ളത് ഇവരുടെ മക്കൾ നമുക്ക് നൽകിയ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. എന്തായാലും ഇതിന്റെ ഒരു
അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കാരണം ഈ വഞ്ചനാക്കുറ്റം, ഈ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ഇവരെ അതിലേക്കാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്, കൃത്യമായ തെളിവുകൾ ഈ ആത്മഹത്യാക്കുറിപ്പിന് അപ്പുറം മറ്റെന്തെങ്കിലും തെളിവുകൾ ഇയാൾക്കെതിരെ ലഭ്യമായിട്ടുണ്ടോ? ഫോൺ രേഖകൾ പരിശോധിക്കുന്നുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അരുൺ? നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള ഇനി പോലീസ് അത് കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടിയിലേക്ക് പോകുന്നത്. എന്തായാലും ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്ന ഒരു മരണമൊഴിക്ക് തുല്യമായ ആത്മഹത്യാക്കുറിപ്പ് അതിൽ പറയുന്ന സൂചന വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഇദ്ദേഹത്തിന്റെ ഫോണും മരിച്ച സുനിതയുടെയും ഉൾപ്പെടെയുള്ള ഫോണുകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ട, അത് പരിശോധനയ്ക്ക് വിധേയമാവും. എന്തായാലും പോലീസിന്റെ പ്രഥമ ഘട്ടം എന്ന് പറയുന്നത് ജോസ് ഫ്രാങ്കലിനെ കസ്റ്റഡിയിലെടുക്കുക. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങുന്നു. കാരണം ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അപ്പൊ സ്വാഭാവികമായും ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ സ്വാഭാവികമായും അവരുടെ പാർട്ടി നേതൃത്വത്തോടൊക്കെ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം എത്രയും വേഗം സറണ്ടർ ആവാൻ, അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയും വേഗം സറണ്ടർ ആകുമെന്ന്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ച സമയം മുതൽ ഇദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ഫോൺ കഴിഞ്ഞ ദിവസം വരെ ഓണായിരുന്നു, പക്ഷെ ഇപ്പോൾ അതും സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ ആത്മഹത്യയിലാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്ത് വിദ്യാർത്ഥിനിക്ക് നേരെ KSRTC ബസ് കണ്ടക്ടറുടെ ലൈംഗിക അതിക്രമം. ബസ്സിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത്. സംഭവത്തിൽ ബസ് കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി കോയമ്പത്തൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ വെച്ചാണ് പെൺകുട്ടിക്ക് നേരെ ദുരനുഭവം ഉണ്ടായത്. ഗുരുവായൂർ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാടി ചേരുന്നുണ്ട്. പ്രജിത്ത്, ഒരു ബസ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ബസ്സിലെ യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കേണ്ട, സംരക്ഷണം ഒരുക്കേണ്ട വ്യക്തിയാണ്. പക്ഷെ അയാളുടെ ഭാഗത്തു നിന്നാണ് ഈ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായത്. എപ്പോഴായിരുന്നു സംഭവം? പോലീസ് ആ സമയത്ത് ഉടനടി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായോ പ്രജിത്ത്? പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന ഗുരുവായൂർ സ്വദേശിയായ യുവതിക്കാണ് ഇന്നലെ കണ്ടക്ടറുടെ അടുത്ത് നിന്ന് ഈ ലൈംഗിക അതിക്രമം ഉണ്ടായത്. കണ്ടക്ടറായ പേരൂർ സ്വദേശി T പ്രദീപിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടക്ടറുടെ സീറ്റിന് തൊട്ടടുത്തായിരുന്നു യുവതി ഇരുന്ന് യാത്ര ചെയ്തിരുന്നത്. ഒപ്പം ഇരുന്ന കണ്ടക്ടർ പെൺകുട്ടിയുടെ രഹസ്യഭാഗത്ത് സ്പർശിച്ചു എന്നതാണ് പരാതി. പെൺകുട്ടി പോലീസിന്റെ ഔദ്യോഗിക നമ്പറിൽ വിളിച്ചാണ് പരാതിപ്പെടുന്നത്. പോലീസ് കൺട്രോൾ റൂമിൽ എത്തിയ സന്ദേശം പോലീസ് ഒറ്റപ്പാലം സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും തുടർന്ന് പട്ടാമ്പിയിൽ വെച്ച് പോലീസ് ബസ്സിനെ പിന്തുടർന്ന് പിടികൂടുകയും ബസ്സിലുള്ള യാത്രക്കാരെ ഇറക്കി വേറൊരു ബസ്സിലേക്ക് കയറ്റി വിടുകയുമാണ് ചെയ്തിരുന്നത്. കണ്ടക്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഒറ്റപ്പാലം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. യെസ്, തീർച്ചയായും പ്രജിത്ത്, നമുക്കറിയാം ഇതിനു മുൻപ് സാധാരണ KSRTC ബസ്സുകളിലും സ്വകാര്യ ബസ്സുകളിലൊക്കെ യുവതികൾക്ക് നേരെ, യാത്രക്കാർക്ക് നേരെ, മറ്റ് സഹയാത്രക്കാരുടെ ലൈംഗിക അതിക്രമങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതുപോലുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ചും KSRTCയിൽ ഗതാഗത വകുപ്പിൽ വലിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ജീവനക്കാർക്ക് വലിയ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഗതാഗത മന്ത്രി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ രീതിയിൽ ലൈംഗിക വൈകൃതമുള്ളവരും ഈ വകുപ്പിലുണ്ട്, KSRTC ജീവനക്കാരിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. നിലവിൽ ഇയാൾ ബസ് കണ്ടക്ടർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടാകേണ്ടതല്ലേ? ഈ സാധാരണഗതിയിൽ സഹയാത്രികളിൽ നിന്നാണ് ഇങ്ങനെ ഈ ദുരനുഭവങ്ങൾ യാത്രക്കാർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് കണ്ടക്ടറുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് ഏറ്റവും ഗൗരവമേറിയ കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, പ്രൈവറ്റ് ബസ്സുകളിൽ എല്ലാ ബസ്സുകളിലും
CCTV ക്യാമറ നിർബന്ധമാക്കുമ്പോൾ ചില KSRTC ബസ്സുകളിൽ ഇപ്പോൾ ക്യാമറ നിരീക്ഷണം ഒന്നും ഇല്ല. അതുകൊണ്ടും ഇതുപോലത്തെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ക്യാമറ വെച്ചതുകൊണ്ട് മാത്രം ദുരനുഭവം ഉണ്ടാകില്ല എന്നല്ല, നമുക്ക് പിടിക്കപ്പെടാൻ ക്യാമറ ഉണ്ടെങ്കിൽ ഒരു വിധത്തിൽ നമുക്കൊരു ഭയമുണ്ടാകും. പക്ഷേ ഇത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. രാത്രിയിലുള്ള യാത്രയാണ്. ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ദുരനുഭവം കണ്ടക്ടറിൽ നിന്ന് വരാൻ പാടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. യെസ്, ഇയാൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അത് ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പെൺകുട്ടി അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നതാണ്. മറ്റ് സഹയാത്രക്കാരുടെ സഹായം തേടിയിരുന്നോ? അവർ ഏതെങ്കിലും സഹായം ഈ പെൺകുട്ടിക്ക് സംരക്ഷണം ഒരുക്കാൻ തയ്യാറായിരുന്നോ? അതോ പോലീസ് എത്തിയ ശേഷമാണോ ഈ കണ്ടക്ടർക്കെതിരെ നടപടി ഉണ്ടായത്? പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് പെൺകുട്ടി തന്നെ വിളിച്ചു പറയുകയും അതനുസരിച്ച് പോലീസ് റോഡ് പെട്രോളിങ്ങിനുള്ളവരെ ഈ ബസ്സിനെ തടഞ്ഞു നിർത്തിയിട്ടാണ് കണ്ടക്ടറോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതും പെൺകുട്ടി കാര്യങ്ങൾ വിശദീകരിക്കുന്നതും. അങ്ങനെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പട്ടാമ്പിൽ വെച്ചാണ് ബസ്സിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതും കണ്ടക്ടറെ അറസ്റ്റ് ചെയ്യുന്നതും. ഇപ്പോൾ കണ്ടക്ടർ ഒറ്റപ്പാലം പോലീസിലുണ്ട്. വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഒറ്റപ്പാലത്ത് കഴിഞ്ഞ രാത്രിയാണ് കോയമ്പത്തൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ വെച്ച് ഈ പെൺകുട്ടിക്ക് നേരെ കണ്ടക്ടറുടെ ഭാഗത്തുനിന്നും ദുരനുഭവം ഉണ്ടായത്. ഉടൻ തന്നെ ഈ പെൺകുട്ടി പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്ക് വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി കണ്ടക്ടറെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെതിരെ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 5 സൊസൈറ്റികളുടെ രേഖകൾ ഹാജരാക്കാൻ ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് വലിയ തോതിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുവെന്നും ഇത് RBI ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് EDയുടെ നടപടി. ഈ നിക്ഷേപത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, സമീപകാലത്ത് കേരളത്തിൽ നിരവധി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇവർ ഈ RBIയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി 16 മുതൽ 20% വരെയും പലിശ വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല, ഇതിൻ്റെ മറവിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന പരാതി കഴിഞ്ഞ ദിവസം EDക്ക് ലഭിക്കുന്നു. ED 5 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്താണ് ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന നടപടികൾ? ടോമി, കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേഷൻ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഈ അടുത്ത കാലത്തായി നിരവധി മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റികളാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇവരുടെ പ്രധാന തട്ടിപ്പ് ഏത് വിധത്തിലാണെന്ന് ചോദിച്ചാൽ ഈ RBIയുടെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് 16-20% പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിക്ഷേപകരിൽ നിന്നും ലക്ഷങ്ങളും കോടികളും തട്ടിയെടുക്കുന്നു. ഈ നിക്ഷേപകർ സ്വാഭാവികമായി പലിശ കൂടുതലായി ലഭിക്കുമ്പോൾ അവിടെ ആ സൊസൈറ്റിയിൽ പണം നിക്ഷേപിക്കുന്നതായിരിക്കും പൊതുവെ കാണുന്ന സ്വഭാവം. ആ രീതിയിലേക്ക് ഈ പണം വാങ്ങുന്നു. ഇത് ലക്ഷങ്ങളും കോടികളും ആകുന്ന സമയത്ത് ഈ പണം കൊണ്ട് ഇവർ മുങ്ങുന്നു എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. EDയുടെ അടുത്തേക്ക് നിരവധി പേരാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുന്നത്. കേരളത്തിൽ നിരവധി കോർപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 5 സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഒരു അന്വേഷണം EDയുടെ ഭാഗത്തു നിന്നും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അത് കോഴിക്കോടും കോട്ടയത്തും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഭാരത് ലാഞ്ചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി, പ്രൈഡ് മൾട്ടി സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി, വിന്നർ റോയൽ വർഷ ക്രെഡിറ്റ് ഹൗസിംഗ് സൊസൈറ്റി, ജീവൻ ജ്യോതി ക്രെഡിറ്റ് ഹൗസിംഗ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് EDക്ക് ഇതിനോടകം തന്നെ. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിക്ഷേപകരെ ആകർഷിക്കുകയും പിന്നീട് ഈ പണവുമായി ഇവർ മുങ്ങുന്നു എന്നൊരു പരാതി കൂടിയാണ് വന്നിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് EDയുടെ അന്വേഷണം. ED വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇതിന്റെ മറവിൽ വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുന്നുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് ED ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്.
ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ സൊസൈറ്റി രൂപീകൃതവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുവാനും ഒപ്പം പ്രാഥമിക അംഗത്വ ലിസ്റ്റ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വിശദാംശങ്ങൾ, കഴിഞ്ഞ 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ എന്നിവ ഹാജരാക്കണമെന്ന് ഈ സ്ഥാപനങ്ങളുടെ ജനറൽ മാനേജർമാരോട് ഇഡി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം ഈ ബാലൻസ് ഷീറ്റുകളുടെ പകർപ്പും വായ്പകളുടെ വിശദാംശങ്ങളും സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഒരു രീതിയിലേക്ക് വലിയ തട്ടിപ്പ് തന്നെയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നടക്കുന്നത് എന്ന കണ്ടെത്തലാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ നോട്ടീസില് ഇഡി ഈ 5 സ്ഥാപനങ്ങൾക്ക് നൽകിയ നോട്ടീസില് കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന രീതിയിലാണ് സൂചനകൾ നൽകിയിരിക്കുന്നത്. ആ രീതിയിലാണ് നോട്ടീസും അയച്ചിരിക്കുന്നത്. ഇതിൻ്റെ മറവിൽ, ഈ നിക്ഷേപത്തിൻ്റെ മറവിൽ വലിയ രീതിയിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്, സൂചനകളുണ്ട്. അതിൽ പ്രധാനമായും ഈ സ്ഥാപനങ്ങൾ, ഈ BLM ഉൾപ്പെടെയുള്ള BLM, പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വിന്നർ റോയൽ, ഇത് പല സ്ഥാപനങ്ങളും മലബാർ മേഖല കേന്ദ്രീകരിച്ചാണ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഈ കള്ളപ്പണമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പല നിക്ഷേപകരും ബാങ്ക് വഴിയല്ല പണം നിക്ഷേപിച്ചിരിക്കുന്നത്, കള്ളപ്പണമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന ചില സൂചനകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കോപ്പറേറ്റീവ് മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഇഡിയുടെ നടപടിയും. അങ്ങനെ തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇഡി ഈ കമ്പനിയുടെ മാനേജർമാരോട് ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ 5 വർഷമായി ഈ സ്ഥാപനത്തിൽ നടന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഇടപാടുകൾ ഏത് വിധത്തിലാണെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ അടക്കം ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പരാതി ഉയരുന്നത്. ഇതിനു മുൻപ് തന്നെ RBI ചട്ടം ലംഘിച്ചുകൊണ്ട് 16-20% പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിക്ഷേപകരെ ആകർഷിക്കുന്നു. പിന്നീട് ഇതിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു. കള്ളപ്പണ ഇടപാട്, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം തന്നെയാണ് ഇഡിയുടെ ഒരു അന്വേഷണം ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തട്ടിപ്പ് തന്നെയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മറവിൽ നടക്കുന്നത് എന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരോട്, ഈ സ്ഥാപനങ്ങളോട് ഈ റിപ്പോർട്ടുകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇഡി കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം സംസ്ഥാനത്തിന് പുറത്തും വിവിധ ഇടങ്ങളിലും ഇവർ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുകൂടി ഇഡി സംശയിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള പരാതികൾ കൂടി ഇതിനോടകം തന്നെ ഇഡിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. അതോടൊപ്പം നവമി നേരത്തെ സൂചിപ്പിച്ചു, സംസ്ഥാനത്തിന് പുറത്തും സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന്. അതായത് കേന്ദ്ര കോപ്പറേറ്റീവ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളെന്ന വ്യാജേനയാണ്, ആ രീതിയിലാണ് ഇവർ നിക്ഷേപകരെ കബളിപ്പിക്കുന്നത്, ആകർഷിക്കുന്നത്. അങ്ങനെ വലിയ തുക പലിശ വാഗ്ദാനം ചെയ്തു. 5 വർഷം ഒരുമിച്ച് ഈ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16 മുതൽ 20% വരെയും പലിശ നൽകുമെന്നൊക്കെയാണ് വാഗ്ദാനം. ഇതിൽ ബിനാമി ഇടപാടുകളുണ്ടെന്ന ചില സൂചനയുമുണ്ട്. ആ രീതിയിലാണ് ഇൻ്റലിജൻസും കേന്ദ്ര IBയും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ മറവിലുള്ള കള്ളപ്പണ ഇടപാട്, ബിനാമി ഇടപാട്, ഇതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമോ? തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കോഴിക്കോടും കോട്ടയവും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട 5 സ്ഥാപനങ്ങൾ, ഭാരത് ലാഞ്ചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി, പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വിന്നർ റോയൽ വർഷ ക്രെഡിറ്റ് ഹൗസിംഗ് സൊസൈറ്റി, ജീവൻ ജ്യോതി ക്രെഡിറ്റ് ഹൗസിംഗ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം നടന്നിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങൾക്കെതിരെ നേരത്തെയും പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് ഇഡി പറയുന്നുണ്ട്. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് വലിയ തോതിലാണ് ഇവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത്. പിന്നീട് ഇത് ആളുകളെ കബളിപ്പിച്ച ഇവർ മുങ്ങുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യവും ഇഡിയുടെ പക്കലുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു അന്വേഷണത്തിലേക്ക് ഇഡി കടന്നിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരോട് വിശദമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. BLM, പ്രൈഡ് മൾട്ടി, വിന്നർ റോയൽ തുടങ്ങിയ 5 സ്ഥാപനങ്ങൾക്കെതിരെയാണ്
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന രീതിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. വലിയ തുക പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിക്കും. ഈ പണം മറ്റ് പലയിടത്തും ചിലവഴിക്കുന്നുണ്ട്. ഇതിന് മറവിൽ കള്ളപ്പണി ഇടപാടുണ്ട്, ബിനാമി ഇടപാടുകളുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് വിശദമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. 61-കാരിക്ക് ഗുരുതരമായി പൊള്ളലേറ്റ് പരിക്കേറ്റ സംഭവമാണ്, കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. 61-കാരിയുടെ വീടിന് തീപിടിക്കുകയും പൊള്ളലേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പോലീസുകാരൻ്റെ ഭാര്യയ്ക്കെതിരെ കേസ്. ആശാപ്രവർത്തകയായ ലതയുടെ വീടിന് ഇന്നലെ വൈകിട്ടാണ് തീപിടിച്ചത്. ഇവരുടെ വീടിനോട് ചേർന്നുള്ള പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സുമയെ അതിക്രമിച്ച് കയറി സ്വർണ്ണാഭരണങ്ങൾ ചോദിച്ചതിൽ നൽകാത്തതിലുള്ള വിരോധത്തിൽ തീ കൊളുത്തിയെന്നാണ് കേസ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കേസിൽ ഈ പോലീസുകാരൻ്റെ ഭാര്യയ്ക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇവർ തന്നെയാണ് ഈ സുമയ്യ എന്ന സ്ത്രീ വീടിന് തീയിട്ടു എന്നാണോ കരുതുന്നത്? ഏറ്റവും വലിയ ദുരൂഹത നിറഞ്ഞ ഒരു കേസായിട്ടാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കീഴ്വായ്പൂരിലെ പോലീസ് സ്റ്റേഷൻ തൊട്ട് അടുത്ത് താമസിക്കുന്ന ഈ ലതാ കുമാരിയുടെ വീടിന് തീപിടിച്ച് വീടിനുള്ളിൽ കൈകാലുകൾ കെട്ടി ബന്ധിച്ച നിലയിൽ ലതാകുമാരിയെ കണ്ടെത്തുന്നത്. വീട്ടിൽ ആ സമയം ആരും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ആളുകളുടെ നിലവിളി കേട്ട ആളുകൾ വന്ന് കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഒരു മൊഴി നൽകുക. കാതിലും കഴുത്തിലും ഉണ്ടായിരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴാണ് പോലീസ് തൊട്ടടുത്ത് തന്നെ പോലീസ് ക്വാർട്ടേഴ്സ് താമസിക്കുന്ന സുമയ്യ എന്ന് പറയുന്ന യുവതിയാണ് തന്നെ ഇത്തരത്തിൽ അപായപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ചതെന്നുള്ള മൊഴി ലതാകുമാരി നൽകിയിരുന്നു. അതിനെ തുടർന്നുള്ള അന്വേഷണമാണ് മറ്റൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ സുമയ്യ ഒരു പോലീസുകാരന്റെ ഭാര്യയാണ്. ആ സുമയ്യയ്ക്ക് ഓഹരി വിപണിയിൽ, അതായത് ഓഹരി ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ച് ഏകദേശം 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി പറയുന്നു. ആ രൂപ മൊബൈൽ ആപ്പ് വഴി ആ തുക അടയ്ക്കാൻ വേണ്ടി പല മൊബൈൽ ആപ്പുകളിൽ നിന്നും പണം എടുത്ത് ഇത് തിരിച്ചടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയൊരു കടബാധ്യത സുമയ്ക്കുണ്ടായി. ആ കടബാധ്യത തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ വന്ന സമയത്താണ് ഈ ലതാകുമാരിയുടെ വീട്ടിലെത്തി 2 ദിവസം മുമ്പ് ഒരു 1 ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നു. അത് നൽകിയില്ല. തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ പണയം നൽകാൻ ആവശ്യപ്പെട്ടു. അതും നൽകിയില്ല. അങ്ങനെ ഒരു വാശിയും വൈരാഗ്യവും ഈ സുമയ്ക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരുമില്ലാത്ത സമയത്ത് ഭർത്താവ് ജോലിക്ക് പോയിരുന്നു. ലതാകുമാരിയുടെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്താണ് ഇത്തരത്തിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി കൈകാലുകൾ ബന്ധിച്ചതിന് ശേഷം ഈ ആഭരണങ്ങൾ മോഷ്ടിക്കുകയും ഒപ്പം വീട് തീയിടുകയും ചെയ്തത്. എന്തായാലും ഈ ലതാകുമാരിയുടെ നിലവിളി കേട്ടാണ് അയൽവാസികൾ ഓടിയെത്തി ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു മൊഴി നൽകുന്നത്. എന്തായാലും പോലീസുകാരന്റെ ഭാര്യയാണ്. പോലീസ് വിശദമായി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ഈ ക്വാർട്ടേഴ്സ് സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, പരിശോധന ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായ ഒരു മൊഴി ഇവരിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലതയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ വീടിന് തീയിട്ടു എന്നല്ലേ കരുതേണ്ടത്, മനസ്സിലാക്കേണ്ടത് ശശി? അപ്പം തീർച്ചയായിട്ടും ലതയെ ആശാപ്രവർത്തക മല്ലപ്പള്ളിയിലെ ആശാപ്രവർത്തകയാണ് ലതാകുമാരി. എന്തായാലും ലതാകുമാരിയെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ചെയ്തത്. അതിൽ എന്തായാലും ഈ ലതയുടെ നിലവിളി കേട്ടാണ് ആളുകൾ ഓടിക്കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് മനസ്സിലാക്കണം, ആദ്യഘട്ടത്തിൽ ആർക്കും ഇത് മനസ്സിലാവില്ല. കാരണം സമീപ പ്രദേശങ്ങളിലൊക്കെ മോഷണം ഈ കാലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞില്ല. ആരാണ് ഇത് ചെയ്തതെന്നുള്ളത് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഈ സമയം ഈ തീ പിടിച്ച സമയത്ത് ഈ ലതാകുമാരിയും കൃത്യമായൊരു മൊഴി നൽകിയിരുന്ന പരസ്പര വിരുദ്ധമായ കാര്യമാണ് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഈ അയൽവാസിയായ, അതായത് പോലീസ് ക്വാർട്ടേഴ്സിൽ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ്, പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്, അതിനോട് അടുത്ത് താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സുമയ്യ എന്ന് പറയുന്ന സ്ത്രീയാണ് ഇത്തരത്തിൽ തന്നെ അപായപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു എന്ന കാര്യം പോലീസിനോട് പറഞ്ഞു. എന്തായാലും അത് ശുചിമുറിയുടെ ഫ്ലഷ് ടാങ്കിൽ നിന്നും ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് നായും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരൊക്കെ സ്ഥലത്തെത്തിയാണ് വിശദമായ പരിശോധന നടത്തിയ ശേഷമാണ് സുമയുടെ മൊഴി രേഖപ്പെടുത്തിയത്. എന്തായാലും ഇത്തരത്തിലൊരു വലിയ സംഭവം, അത് സാധാരണ ആളുകൾ ആദ്യം ആശങ്കപ്പെടുന്ന ഇത്തരത്തിലൊരു കൊലപാതക ശ്രമം ഒരുപക്ഷെ ആരാണെന്നുള്ള വ്യക്തത ലഭിക്കാത്തൊരു സാഹചര്യം. കാരണം ആദ്യഘട്ടത്തിൽ ഈ അപകടത്തിൽ തീപ്പൊള്ളലേറ്റ് പരിക്കേറ്റ ലതാകുമാരിക്ക് കാര്യങ്ങൾ പറയാനും ബുദ്ധിമുട്ടായിരുന്നു. കാരണം മൊഴി എടുക്കുന്നതിനും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ആരാണ് വീട്ടിൽ ഈ സമയം അതിക്രമിച്ചു കഴിഞ്ഞ് ഇത്തരത്തിലൊരു ക്രൂരമായ രീതിയിൽ കൈകാലുകൾ കെട്ടിയിട്ട് സ്വർണ്ണമാലയും വളയും കവർ നിർത്തി നിർമ്മിച്ചൊരു ആശങ്ക പോലീസുകാർക്ക് പോലും ഉണ്ടായി. പിന്നീടാണ് ഇവർ മൊഴി നൽകുന്നത് പോലീസ് ക്വാർട്ടേഴ്സിലെ സ്ത്രീയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പോലീസുകാരുടെ ഭാര്യ സുമയ്യയ്ക്ക്
ലക്ഷങ്ങളുടെ കടബാധ്യത. അത് പരിഹരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലീസുകാരനോട് പോലും അവർ നേരത്തെ പറഞ്ഞിരുന്നില്ല. തനിക്ക് ഇത്തരം വിഷയമുണ്ട്, ഇത്ര സാമ്പത്തിക ബാധ്യതയുണ്ടെന്നുള്ള കാര്യം ഈ പോലീസുകാരനോട് പോലും പറഞ്ഞിരുന്നില്ല. ഇവർ സ്വയമേ തന്നെ ചെയ്ത കാര്യമാണ്. അത് പിന്നീട് പോലീസിനോട് മൊഴിയിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പോലീസ് ക്വാർട്ടേഴ്സും പോലീസും സീൽ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വലിയ ഇവരെ അപായപ്പെടുത്തി സ്വർണം കൈക്കലാക്കി ഈ പണം കടബാധ്യത തീർക്കാമെന്ന്. സ്വർണം തട്ടിയെടുക്കുന്നതിനപ്പുറം മറ്റെന്തെങ്കിലും മുൻവൈരാഗ്യം ഈ ലതയോട് സുമയ്ക്കുണ്ടായിരുന്നോ? അത്തരം മുൻവൈരാഗ്യങ്ങളൊന്നും തന്നെ ഇവർ തമ്മിൽ ഇല്ലായിരുന്നു എന്നുള്ളത്. ഇവർ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. തൊട്ടടുത്ത അയൽവാസികളായതുകൊണ്ട് തന്നെ, പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരായതുകൊണ്ട് തന്നെ വീട്ടിലെത്തുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ പരസ്പരം ബന്ധമുള്ള സ്നേഹബന്ധമുള്ളവരായിരുന്നു ഇവർ പരസ്പരം. അതുകൊണ്ട് തന്നെ ആണ് ഇത്തരത്തിലൊരു സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ അത് തിരിച്ചടയ്ക്കാൻ മാർഗം 1 ലക്ഷത്തോളം രൂപ അടയ്ക്കണമായിരുന്നു. അത് മൊബൈൽ ആപ്പ് വഴി ലോൺ എടുത്തിട്ടുണ്ട്. ഈ ഓഹരി വിപണിയിൽ പണം നിക്ഷേപിച്ച് നഷ്ടമായതോടുകൂടി തന്നെ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി, അത് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്തിയത് മൊബൈൽ ആപ്പ് വഴി ലോണുകൾ, വായ്പ എടുക്കുക. അത്തരം വായ്പകൾ എടുത്ത് അത് കുടിശ്ശികയായി നിക്കക്കള്ളിയില്ലാതെ വന്ന് ആ പണം തിരിച്ചടയ്ക്കേണ്ടതായി വന്ന സാഹചര്യത്തിലാണ് ഈ സുമയ്യ ഈ ലതാകുമാരിയുടെ വീട്ടിലെത്തി ലതാകുമാരിയോട് പണം ആവശ്യപ്പെടുന്നു. ആദ്യം പണമാണ് ആവശ്യപ്പെട്ടത്, പണമില്ലെന്ന് പറയുന്നു. പിന്നീട് രണ്ടാമത് ഈ സ്വർണ്ണാഭരണങ്ങൾ തന്ന് പണയം വെക്കാൻ വേണ്ടി തരണമെന്ന് ആവശ്യപ്പെടുന്നു. അന്നേരം നൽകിയില്ല. ഇതിന്റെ ഒരു വൈരാഗ്യമാണ് പിന്നീട് ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് പോകാൻ കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുക. അത്തരം മൊഴി നൽകിയിരുന്നു എന്നുള്ളത് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സുമയ്യെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തായാലും വലിയ ക്രൂരമായ രീതിയിൽ ഒരു കൊലപാതകത്തിന് തന്നെയാണ് പ്ലാൻ ചെയ്തതെന്നുള്ളതാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുമയ്യ വ്യക്തമാക്കിയിട്ടുള്ളത്. ശശിനാരായണ വിവരങ്ങൾ നൽകിയത്. കൊല്ലം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ അനധികൃത കരിപ്രസാദം പരിശോധനയ്ക്ക് അയച്ചു. അതിനിടെ വീണ്ടും കരിപ്രസാദം നിർമ്മാണം കണ്ടെത്തി. ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ബോർഡ് ഓഫീസിന് മുകളിൽ നിന്നാണ് കവറുകളിൽ കറുത്ത പൊടിയും ചാലിച്ച കരിയും പ്രസാദവും കണ്ടെത്തിയത്. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ കെട്ടിടം താഴിട്ട് പൂട്ടി. നല്ല തന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ഇത്ര അശുദ്ധിയായ വിഗ്രഹങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സംവിധാനം, അതായത് ബദൽ സംവിധാനം, ആ അശുദ്ധി മാറാൻ എന്താണ് ചെയ്യേണ്ടത്? പൂജ ചെയ്യേണ്ട വഴിപാട് എന്താണ് ചെയ്യേണ്ടത്? അറിവുള്ള ഹിന്ദു ഐക്യതയുടെ ഒരാൾ മാധ്യമങ്ങളെല്ലാം പറയണം. മാധ്യമങ്ങൾ മൊബൈൽ ബാക്ക് കൊണ്ടുപോയി കിട്ടിയ ഇറങ്ങണേ സകലേ പുറത്തോട്ട് കൊണ്ടുപോകേണ്ട സപ്പോർട്ട് ചെയ്യാനാണ് ഉണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായി. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ വൃത്തിഹീനമായി നിർമ്മിച്ച പ്രസാദം കണ്ടെത്തിയ സംഭവത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് ഓഫീസർ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഹോമത്തിൽ നിന്നുള്ള പ്രസാദം മാത്രമേ വിതരണം ചെയ്യാറുള്ളൂ. അതോടൊപ്പം പുറത്തുനിന്നുള്ള പ്രസാദ നിർമ്മാണം അനുവദിക്കില്ലെന്നും മേൽശാന്തിക്കെതിരെ നോട്ടീസ് നൽകുമെന്നും ദേവസ്വം അസിസ്റ്റന്റ് ഓഫീസർ അറിയിച്ചു. ഒരു കാര്യം പറയുകയാണ്, ഇനി പുറത്തുനിന്നുള്ള ഒരു നാലമ്പലത്തിനകത്തുണ്ടാക്കുന്ന സാധനം മാത്രമേ ഭക്തരായി കൊടുക്കാവൂ. ഒരു സാധനം പുറത്തുണ്ടായാൽ ഞങ്ങൾ ഈ തരത്തിൽ കാണുന്നതല്ല പ്രതികരിക്കുന്നത്. അകത്ത് തിടപ്പ് ആചാരപൂർവ്വം തന്ത്രി, അറിവുള്ള തന്ത്രിമാർ, അല്ല പണം വാങ്ങുന്ന തന്ത്രിമാരല്ല, അറിവുള്ള തന്ത്രിമാരെ വിളിച്ച് ഇത് ആചാരപൂർവ്വം, ഇത് ഭക്തിപൂർവ്വം തിടപ്പള്ളിക്കകത്ത്, അതല്ലെങ്കിൽ നാലമ്പലത്തിന് പുറത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ തരത്തിൽ അത് ആലോചിച്ചുകൊണ്ട് അത് പറ്റുന്നില്ല. അത് ആചാരപൂർവ്വം ആചാരം എങ്ങനെയാണോ ആചാരം, തിടപ്പള്ളിക്കകത്ത് ആചാരമാണെങ്കിൽ അത് തന്നെ ഒരു രീതി. മാഡം ഇനി എവിടെ അല്ലെ കൊടുക്കണ്ട, അല്ലെ പ്രസാദം വേണ്ട. നമുക്ക് പ്രസാദം ആചാരം, എന്തൊരു ആചാരം ലംഘിച്ചുള്ള ഒരു പരിപാടിക്കും ഞങ്ങൾ BJP കൊണ്ടിരിക്കത്തില്ല. ആചാരം ലംഘിക്കാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് അത് വ്യക്ത ഉറപ്പ്, ഉറപ്പ് എന്നാൽ പോലെ ഉന്നത അധികാരം നിർത്തേണ്ടതായിരുന്നു. പക്ഷെ ഒരാളും ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല.
ഇവിടെ CITUവിന്റെ നേതൃത്വത്തിലൂടെ വലിയ തട്ടിപ്പ് അടക്കമാണ്. CITUവിന്റെ നേതൃത്വത്തിൽ ചന്ദ്രചൂഡൻ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥരടക്കം നിരവധി CITU രാഷ്ട്രീയം ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ക്ഷേത്രത്തെ തകർക്കുകയാണ്. അത് ഇടതുപക്ഷത്തിന്റെ അജണ്ടയാണ് ക്ഷേത്രം തകർക്കുക എന്നുള്ളത്. ആ അജണ്ടയാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് അതിന് ഏഴോ കൂട്ടുനിന്നാൽ ഏക ശക്തമായ തിരിച്ചടി. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന്. വിനീഷ്, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ അനധികൃത കരിപ്രസാദവുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ ഉടലെടുക്കുന്നത് എങ്ങനെയാണ്? ആരാണ് ഈ പരാതി? ഈ സംഭവത്തിന് പിന്നിൽ എന്താണ്? ടോം, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത്. സമാനമായ സംഭവം ഇന്ന് അല്പസമയം മുന്നേ ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളിലേക്ക് തന്നെ ആദ്യം വരാം. ഇത് ക്ഷേത്രത്തിന് സമീപത്തായിട്ട് തന്നെ ഒരു വാടക വീട് എടുത്തായിരുന്നു ഇത്തരത്തിലുള്ള അനധികൃതമായ രീതിയിൽ ഈ പ്രസാദം നിർമ്മിച്ചിരുന്നത്. അതാണ് ഭക്തർ കണ്ടെത്തുകയും ചെയ്തത്. ഇത് നമുക്കറിയാം, ഈ കരിപ്രസാദം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ത്യാദരപൂർവ്വം ഭക്തർ വാങ്ങുന്ന ഒരു പ്രസാദമാണ്. ഇത് ഹോമത്തിൽ നിന്നും, അതായത് ഈ ഗണപതി ഹോമത്തിൽ നിന്നും ഉള്ള ഈ തേങ്ങയിൽ നിന്നും എടുക്കുന്ന കരി ആണ് ഇത് ശാന്തിക്കാർ നൽകുന്നത്, ഭക്ത്യാദരപൂർവ്വം നൽകുന്നതാണ്. അപ്പോൾ ഈ പ്രസാദം അനധികൃതമായിട്ട് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു വാടക വീടെടുത്ത് അവിടെ നിർമ്മിച്ച് നൽകിയിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം വിവാദമായതോടുകൂടി ഹിന്ദു സംഘടനകളും BJP പ്രവർത്തകരുമെല്ലാം ഈ സംഭവ സ്ഥലത്തെത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം സ്ഥലത്തെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ വീടിനുള്ളിൽ പ്രവേശിക്കുകയും വൃത്തിഹീനമായ രീതിയിൽ ഇത്തരത്തിലുള്ള നിർമ്മാണം എല്ലാം കണ്ടെത്തുകയും ചെയ്തത്. ഇത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിനടക്കം ഇത് അന്വേഷിക്കാനായിട്ട് റിപ്പോർട്ട് നൽകും എന്നുള്ളൊരു ഉറപ്പ് നൽകി. അങ്ങനെയാണ് സമരക്കാർ അവിടെ നിന്നും പിരിഞ്ഞുപോയത്. ഇതിന്റെ ഈ ഒരു വിവാദം നിലനിൽക്കെയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിനുള്ളിൽ ഈ ശാന്തിക്കാർ താമസിക്കുന്ന ഒരു മഠമുണ്ട്. ഈ മഠത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായി ഒരു ഷീറ്റ് അടിച്ചൊരു ഒരു ഭാഗത്തായിട്ട് സമാനമായ രീതിയിൽ തന്നെ ഈ പ്രസാദം നിർമ്മിക്കുന്നതാണ് ഇന്ന് കണ്ടെത്തിയത്. അപ്പോൾ വീണ്ടും ഇത് തുടർച്ചയായിട്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ ഇങ്ങനെ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വീണ്ടും വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹിന്ദു സംഘടന അടക്കം ഇന്നും വന്ന് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അടിയന്തരമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് BJPയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ദേവസ്വം പ്രസിഡന്റ് അടക്കം ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്ന് വ്യക്തമായിട്ടുണ്ടോ? BJP ഉൾപ്പെടെയുള്ള BJPയും അതോടൊപ്പം തന്നെ മറ്റ് ഹൈന്ദവ സംഘടനകളും എന്താണ് ഈ വിഷയത്തിൽ അവർ ആവശ്യപ്പെടുന്നത്? അവരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടവർ രംഗത്തെത്തിയപ്പോൾ എന്താണ് ആവശ്യം ഉന്നയിക്കുന്നത്? മേൽശാന്തിക്കെതിരെ നോട്ടീസ് അയക്കാൻ തീരുമാനമുണ്ട്. ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ വിനീഷ്? ടോം, ഇതിൻ്റെ പ്രസാദ വിതരണവും ആയി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചുമതല മേൽശാന്തിക്കാണ്. നിലവിൽ കീഴ്ശാന്തി ഈ അമ്പലത്തിൽ സസ്പെൻഡ് നേരിട്ട ആളാണ്. ഇപ്പോൾ കീഴ്ശാന്തിയില്ല, മേൽശാന്തിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് കീഴ്ശാന്തിയെ ഇവിടെ നിന്നും പുറത്താക്കിയത്. ഇപ്പോൾ മേൽശാന്തിയുടെ മൊത്തത്തിലുള്ള ചുമതലയിലാണ് ഇവിടുത്തെ ശാന്തി കാര്യങ്ങളടക്കം നടന്നു പോകുന്നത്. അപ്പോൾ ഈ അനധികൃതമായിട്ട് ഇത്തരം നിർമ്മാണം നടത്തിയതും മേൽശാന്തിക്ക് കൃത്യമായി പങ്കുണ്ട് എന്നാണ് BJP പ്രവർത്തകരടക്കം ആരോപിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഗുരുതരമാണ്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഈ സാധനങ്ങൾ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കരി ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചന്ദനം കലക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു വാട്ടിയ വാഴയിലയിൽ വെച്ചിട്ട് പുഷ്പം ഇട്ടിട്ട് ഇതാണ് പ്രസാദമായിട്ട് നൽകുന്നത്. സ്വാഭാവികമായിട്ട് അതാണ് നൽകുന്നത്. പക്ഷേ ഇത് അനധികൃതമായിട്ട് നിർമ്മിച്ച് നൽകി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ളത്. പക്ഷേ ഇത് എത്തരത്തിലുള്ള കരിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതടക്കമാണ് ഒരു സംശയം മുന്നോട്ട് വരുന്നത്. ഇതിൽ കെമിക്കൽ സാന്നിധ്യമുണ്ടോ എന്ന് ഈ ഹൈന്ദവ സംഘടനകൾ അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് അവർ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരാനുണ്ട്. പക്ഷേ എന്തായാലും ഈ ഭക്തരെ സംബന്ധിച്ച് ഇത് വലിയ മാനസികമായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ലഭിക്കേണ്ട ഈ ഒരു പ്രസാദം ക്ഷേത്രത്തിന് വെളിയിൽ അനധികൃതമായിട്ട് നിർമ്മിച്ച് ശരിക്കും ഈ ഒരു വിശ്വാസത്തിൻ്റെ മറവിൽ ആചാര ലംഘനം നടത്തി എന്നുള്ളതാണ്. ഇത് അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നതും മറ്റും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെയും ഹൈന്ദവ സംഘടനയുടെ ആവശ്യം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം, ഇവരെ ഈ പുറത്താക്കണം. അതായത് ഇപ്പോൾ നിലവിലുള്ള ഈ മേൽശാന്തി അടക്കം സ്ഥാനത്ത് നിന്നും
നീക്കം ചെയ്ത് പുതിയ ഭരണസമിതി കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ IG ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങൾ, അതായത് പോലീസിൻ്റെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടന്നു. പല പ്രതിഷേധ പ്രകടനങ്ങളും സംഘർഷത്തിലാണ് കലാശിച്ചത്. UDFിൻ്റെ മഹാജന സംഗമം പേരാമ്പ്രയിൽ അല്പസമയത്തിനകം ചേരും. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ രാത്രി അർദ്ധരാത്രിയിലടക്കം കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ വിവിധ പോലീസ് സ്റ്റേഷനുകൾ ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി. തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇനി 3 മണിക്ക് പേരാമ്പ്രയിൽ മഹാജന സംഗമം സംഘടിപ്പിക്കുന്നു. വലിയൊരു പ്രതിഷേധം പോലീസിനെതിരെ ഉയരുകയാണോ? വലിയ പ്രതിഷേധമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ, അതായത് ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ മുതൽ പോലീസിനെതിരെ വരുന്നത്. കോഴിക്കോട് നഗരത്തിലും സംസ്ഥാനത്തെ പലയിടങ്ങളിലുമായി പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. പോലീസിനെതിരെ പലയിടത്തും തിരിയുകയും ചെയ്തു. ഇന്ന് രാവിലെ കോഴിക്കോട് IG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒരു ഘട്ടത്തിൽ സംഘർഷം ഉണ്ടാവുമെന്ന് വരെ തോന്നിയെങ്കിലും പിന്നീട് നേതാക്കൾ ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഒപ്പം ഇത് പോലീസ് ലിമിറ്റ് സിറ്റി പോലീസിന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ സിറ്റി പോലീസാണ്. ഇന്നലെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് റൂറൽ പോലീസിന്റെ സ്ഥലപരിധിയിൽ ഉള്ള സ്ഥലമാണ്. റൂറൽ SP ബൈജുവിനും DYSP ഹരിപ്രസാദിനുമൊക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുകയും അവരെ കൈകാര്യം ചെയ്യുമെന്നും പോലുമുള്ള പ്രകോപനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുമുണ്ട്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് വലിയ പ്രതിഷേധ സംഗമം ഇപ്പോൾ അല്പസമയത്തിനകം പേരാമ്പ്രയിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം ഈ പ്രക്ഷോഭത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നൈറ്റ് മാർച്ച് അടക്കം കഴിഞ്ഞ മാസം നടത്തിയപ്പോൾ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. SFI KSU പ്രവർത്തകർ തമ്മിൽ കഴിഞ്ഞ ദിവസം കോളേജിൽ സംഘർഷമുണ്ടായതിനു ശേഷം തൊട്ടടുത്ത ദിവസം ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. അന്ന് വലിയ ജനപങ്കാളിത്തമുള്ള, അല്ലെങ്കിൽ പ്രവർത്തകർ ഒരുപാട് പേർ പങ്കെടുത്ത മാർച്ചാണുള്ളത്. ഏതാണ്ട് 600-ലധികം പേർക്ക് എതിരെയാണ് ഇന്നലെ നടന്ന സംഘർഷങ്ങളിൽ കേസെടുത്തിരിക്കുന്നത് പോലും. അതുകൊണ്ട് വലിയൊരു ജനക്കൂട്ടം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകും. UDFിന്റെ പേരിലാണ് ഈ പ്രതിഷേധം വിളിച്ചു ചേർത്തിരിക്കുന്നത്. കോൺഗ്രസിനൊപ്പം ലീഗിനും വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് ലീഗിന്റെയും കോൺഗ്രസിന്റെയും അണികളൊക്കെ ചേരുമ്പോൾ വലിയൊരു പ്രതിഷേധമായി മാറും. ഒപ്പം ഈ റൂറൽ പോലീസിലെ പോലീസുകാരുമായാണ്, പേരാമ്പ്രയിലേക്കടക്കം പോലീസുകാരുമായാണ് ഇന്നലെ സംഘർഷം ഉണ്ടായതും. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നേതാക്കളടക്കമുള്ള ആളുകൾ ഈ KC വേണുഗോപാൽ. തീർച്ചയായും അനീഷ്, പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റത് പോലീസ് മർദ്ദനത്തിനല്ല, അത് ഷാഫിയുടെ ഷോയോ ആണ് എന്ന രീതിയിലുള്ള പ്രചരണമായിരുന്നു ഇന്നലെ ഇടത് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഇന്നായപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ വന്നു. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഷാഫിക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നും അടികിട്ടുന്നത്. എന്താണ് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യം ഉന്നയിക്കുന്നത്? ഈ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്ന പ്രവർത്തകർ ഈ ഷാഫിയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം മറ്റ് ആവശ്യങ്ങൾ എന്താണ്? ഷോഫി എന്ന പേരിലാണ് പലപ്പോഴും ഈ ഷാഫിയെ കളിയാക്കി CPM പ്രവർത്തകരും DYFI പ്രവർത്തകരൊക്കെ വിളിച്ചത്. ഇന്നലെയും ഷാഫിയുടെ ഒരു ഷോ ആണ് എന്ന രീതിയിലേക്കുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതായത് ആ സമയത്ത് ഈ പോലീസ് മർദ്ദനത്തിന് ദൃശ്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങൾ ഷാഫിയുമായി നേരിട്ട് ഇടപെടുന്ന ദൃശ്യങ്ങൾ വന്നിരുന്നില്ല. എന്നാൽ പിന്നീടാണ് ഈ പോലീസുകാർ ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതും ഷാഫിയുടെ തലയിൽ ലാത്തി കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാർ ആദ്യം പറഞ്ഞ വാദങ്ങൾ, അതായത് MPക്കെതിരെ തങ്ങൾ ബലപ്രയോഗം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ലാത്തി പ്രയോഗിച്ചില്ല എന്ന വാദങ്ങൾ പിന്നീട് പൊളിയുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ മർദ്ദിച്ച ഒരുപാട് അവകാശങ്ങളൊക്കെ ഉള്ള ആളാണ്, നിയമപരിരക്ഷയ്ക്കുള്ള അല്ലെങ്കിൽ പാർലമെന്റ് അംഗമായ ഒരാൾക്ക് ഇത്തരത്തിലൊരു ഗതി നേരിടേണ്ടി വരുമ്പോൾ അതിന് കാരണക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ ഭീഷണിയുമൊക്കെ അവരുടെ ഭാഗത്തു നിന്നും മുഴക്കുന്നുമുണ്ട്. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ പ്രകോപനത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്പസമയത്തിനകം നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഈ പേരാമ്പ്രയിലേക്ക് എത്തുകയും ഇവിടെ മറ്റൊരു വലിയ പ്രതിഷേധ യോഗം തന്നെ നടക്കുകയും ചെയ്യും.
തീർച്ചയായും വലിയൊരു പോലീസ് സന്നാഹം തന്നെ അവിടെ ആവശ്യമല്ലേ? കാരണം വീണ്ടും പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല CPM-ന്റെ ശക്തി കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിരോധം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടാനാണ് പോലീസിന്റെ തീരുമാനം? വലിയ പോലീസ് സന്നാഹം തന്നെ ഒരുക്കും. കാരണം ഇന്നലെ ഈ ഹർത്താലിന് ശേഷം പിന്നീട് ചില പ്രകോപന കാര്യങ്ങൾ ഇവിടെ നടന്നു. LDF പ്രവർത്തകർ ഈ ഹർത്താൽ അനുകൂലികൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധം നടക്കുന്ന സമയത്ത് തന്നെയാണ് UDF-ഉം പ്രതിഷേധവുമായി എത്തുന്നത്. രണ്ട് മുന്നണികളും രണ്ട് വശത്തായി നിൽക്കുന്ന സാഹചര്യം. LDF പ്രവർത്തകർ നിൽക്കുന്ന വശത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ അങ്ങോട്ട് കടത്തിവിടില്ല എന്ന് പോലീസ് അറിയിക്കുന്നു. പിന്നീട് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. അതിനുശേഷം ഷാഫി പറമ്പിലടക്കം സ്ഥലത്തെത്തുന്നു. പലതവണ പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്നു. ഇതിനുശേഷമാണ് ഈ ലാത്തി ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ നീക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ മുൻനിരയിൽ തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നത്. പ്രവർത്തകരെയും പോലീസിനെയും തമ്മിൽ വേർതിരിക്കുക, അല്ലെങ്കിൽ പ്രവർത്തകരെ പോലീസിന്റെ ഭാഗത്തുനിന്നും മാറ്റിക്കൊണ്ടു പോവുക എന്നതായിരുന്നു ഷാഫിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു സമയത്താണ് പോലീസ് ബലപ്രയോഗം നടത്തുകയും ഷാഫി പറമ്പിലിന് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു സംഘർഷമാണ് ഇന്നലെ ഉണ്ടായത്. അതിന്റെ ഒരു തുടർച്ചയായി ഇന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോ. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിനാണ് പേരാമ്പ്ര സജ്ജമാകുന്നത്. പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ പ്രതിഷേധത്തിന് അണിചേരുന്നുണ്ടോ അനീഷ്? MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ പ്രതിഷേധത്തിനാണ് അല്പസമയത്തിനകം പേരാമ്പ്ര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിനിടെയായിരുന്നു ഷാഫി പറമ്പിൽ MP-ക്ക് നേരെ പോലീസിൻ്റെ ആക്രമണമുണ്ടായത്. ഷാഫിയുടെ മൂക്കിൻ്റെ എല്ല് പൊട്ടുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ തുടക്കത്തിൽ അത് ഷാഫിയുടെ ഷോയാണ്, പോലീസിൻ്റെ അതിക്രമം ഉണ്ടായില്ല, അത് മഷിയാണ് എന്ന രീതിയിലുള്ള പല അധിക്ഷേപങ്ങളും ഉണ്ടായെങ്കിലും CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് DYFI നേതാക്കളുടെ ഭാഗത്തുനിന്ന് പരിഹാസം ഉണ്ടായെങ്കിലും ഇന്ന് രാവിലെയോട് കൂടി അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന് വളരെ വ്യക്തമായിരുന്നു. ഷാഫി പറമ്പലിനെ പോലീസ് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഇന്ന് പുറത്തു വന്നതാണ്. ഇതുകൂടി പോലീസ് CPM പ്രതിരോധത്തിലാവുന്ന സാഹചര്യമുണ്ടായി. എന്തായിരിക്കും ഇനി ഈ പോലീസുകാർക്കെതിരെ, ഷാഫിയെ ആക്രമിച്ച പോലീസുകാരനെതിരെ നടപടി ഉണ്ടാകുമോ? നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. അനീഷിലേക്ക് വീണ്ടും. വ്യക്തമാണ്. എന്തായാലും അല്പസമയത്തിനകം പേരാമ്പ്രയിൽ കോൺഗ്രസിൻ്റെയും UDF-ന്റെയും വലിയ പ്രതിഷേധം അരങ്ങേറാൻ പോവുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.